എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് റെയിൽ പയണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ടി ഡിയുടെ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ടി ഡി എഴുതുന്നത് എന്താണെന്ന് അറിയാം റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട്. മാത്രമല്ല അദ്ദേഹവും ഞാനുമായിട്ട് പല സെഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരേ സ്ഥലത്ത് ജോലി ചെയ്തതിൻ്റെ 10, 25, 30 വർഷമൊക്കെ അനുഭവമുള്ള ആളുകളുമാണ്. എന്നെ ഇതിനകത്ത് അട്രാക്റ്റ് ചെയ്തതിൻ്റെ കാരണം ഈ റെയിൽ പയണങ്ങളിൽ എന്നുള്ള പേര് വരുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരേ സമയം സന്തോഷവും ഒരേ സമയം ഭയങ്കരമായ ആകർഷണീയതയും കൂടി തോന്നിയതാണ് ഈ പയണങ്ങളിൽ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ. കാരണം തമിഴിലെ വാക്കാണ് പയണം. അത് നമ്മുടെ മലയാളത്തിലെ യാത്രയ്ക്ക് തുല്യമായ വാക്കാണ്. തമിഴിൽ തന്നെ യാത്രികൾ എന്ന് യാത്രയ്ക്ക് പറയും, പക്ഷേ എന്നാലും പയണങ്ങളിൽ എന്നാണ് ടി ഡി അതിന് പേരിട്ടത്. റെയിൽ പയണങ്ങളിൽ വളരെ കൗതുകപൂർവ്വം വളരെ ഭംഗിയുള്ളൊരു വാക്കാണ് പയണം. കാരണം യാത്ര എന്നെടുത്ത് വയ്ക്കുമ്പോഴുള്ള ഒരു ദൃഢതയൊന്നും പയനത്തിനില്ല. അത് കുറേ കൂടി മ്യൂസിക്കലായ ഒരു വാക്കാണ്. ഒരുപക്ഷെ തമിഴിലെ വാക്കുകൾക്കൊക്കെ അത്ര കുറേ കൂടി മ്യൂസിക്കലായിട്ടുള്ളൊരു സംഗതി കൂടെ ഉണ്ടെന്നാണ് എനിക്ക് അനുഭവമുള്ളത്. പിന്നെ വളരെ കൗതുകകരമായ കാര്യം, ഈ ഞങ്ങളുടെ തെക്ക്, തിരുവിതാംകൂറിൻ്റെ തെക്ക്, ഈ മാർത്താണ്ഡത്തിനും തിരുവട്ടാറിനും ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് പയണം എന്നാണ്. അത് വളരെ യാദൃച്ഛ്യം, മുമ്പ് ഞാൻ കണ്ടു മറന്നുപോയ ഒരു സ്ഥലമാണ്. പക്ഷേ ഞാൻ ഇത് ഇങ്ങനൊരു സംഗതി വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് എൻ്റെ ഓർമ്മ പുതുക്കി. ഇങ്ങനൊരു സ്ഥലമുണ്ടല്ലോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ശരിയാണ്, അവിടെ മാർത്താണ്ഡത്തിനും തിരുവട്ടാറിനും ഇടയ്ക്ക് പയണം എന്ന പേരുള്ള ഒരു സ്ഥലവുമുണ്ട്. അത് വളരെ രസകരമാണ്. കാരണം അത് ഭയങ്കര ഫിലോസഫിക്കലായിട്ടാണ് ആ സ്ഥലത്തിന് ആ പേര് വന്നിരിക്കുന്നത്. അത് നിറയെ ശവപ്പെട്ടികൾ വരുന്ന ഒരു സ്ഥലമാണ്. അതെങ്ങനെ, ഏത് മനുഷ്യരാണ്, ഏത് ഫിലോസഫറാണ് ആ പേരിട്ടതെന്നറിയില്ല. ഏതോ വളരെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വളരെ ഉന്നത ചിന്തയുള്ള, ജീവിതത്തിന് വളരെ അപഗാഹത്തിൽ കാണുന്ന ഏതോ ഒരു ഗ്രാമീണൻ, ഒരു തെൻ തമിഴൻ ഇട്ട പേരാണ് പയണം എന്ന നാട്ടിൽ. നിങ്ങൾ ആ റോഡിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ രണ്ട് വശത്തും നിറയെ ശവപ്പെട്ടികൾ മാത്രമേ കാണൂ. ശവപ്പെട്ടി വിൽക്കുന്ന ഗ്രാമമാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഗ്രാമത്തിൻ്റെ പേര് ഉണ്ണാമൽ കടൈ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ആരോ വന്ന് ശപിച്ചു, ഇവിടെ ഈ കടയിൽ നിന്ന് ആരും ഉണ്ണാതെ പോട്ടെ എന്നെങ്ങാണ്ട് ശപിച്ചതിൻ്റെ ഒരു ഓർമ്മ ആണ് ആ സ്ഥലപ്പേര് അങ്ങനെ ഉണ്ടായെന്ന് പറയുന്നു. അങ്ങനെ മാർത്താണ്ഡത്തിനും തിരുവട്ടാറിനും ഇടയ്ക്കുള്ള ആ സ്ഥലം പയണം. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഈ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ റെയിൽവേയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വളരെ ഫ്രഷായ ചെറുപ്പക്കാരനായി കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി ആണ് റെയിൽവേയിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മൾ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്ന വാക്കുകളിലൊന്ന് ഇതാണ്, പയനച്ചീട്ട് എന്ന് പറഞ്ഞാൽ യാത്ര ടിക്കറ്റ്. അതുപോലെ ടി ഡിയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആ പയനികളിൻ കനിവാന ഗവനത്തുക്ക് എന്ന്, നിങ്ങൾ തമിഴ്നാട്ടിലിപ്പോൾ തൊട്ടപ്പുറത്ത് കോയമ്പത്തൂരോ ഈറോഡോ സേലത്തോ മധുരയിൽ ചെന്ന് നിന്നാൽ നിങ്ങൾക്ക് അത് വളരെ മധുരമായ തമിഴിൽ, തങ്കത്തമിഴിൽ അത് കേൾക്കാം, പയനികളിൻ കനിവാന ഗവനത്തുക്ക്. ഇങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ്, ഒരു ഭാഷാപരമായ ഒരു അനുഭവത്തോടു കൂടിയാണ് നമ്മുടെ ഈ സെഷൻ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ടി ഡിയോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ റെയിൽ പയനങ്ങളിൽ എന്ന് പറയുന്ന പേര് ഈ കൃതിക്ക് വന്നത് എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഹോർത്തൂസിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ. റെയിൽ പയനങ്ങളിൽ എന്ന എൻ്റെ ഒരു ജീവചരിത്രക്കുറിപ്പ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടതിലും വലിയ സന്തോഷം. ഭാഷാഭൂഷണിയിലാണ് ഈ കുറിപ്പുകൾ ഒരു 1.5 വർഷത്തോളമായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഓർമ്മക്കുറിപ്പുകളാണ്, റെയിൽവേ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മക്കുറിപ്പ്. അപ്പോൾ അതിന് എന്ത് പേരിടണം എന്ന് ആദ്യം മനസ്സിലാലോചിച്ചപ്പോൾ തന്നെ എനിക്ക് മറ്റൊരു പേരിനെ പറ്റി ചിന്തിക്കാനില്ലായിരുന്നു. ഞാൻ 1981 ഡിസംബർ 7 സേലം റെയിൽവേ ജംഗ്ഷനിൽ ഒരു ടിക്കറ്റ് പരിശോധകനായിട്ട് ജോലിക്ക് ചേർന്ന ആളാണ്. അതുവരെ എനിക്ക് തമിഴ് ഭാഷയിൽ ഒരു അക്ഷരം പോലും ശരിക്കറിയില്ല. ഞാനിവിടെ കുന്നംകുളത്ത് ജനിച്ച് വളർന്ന് ആലുവ UC കോളേജിൽ പഠിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. ഈ റെയിൽവേ ജോലി കിട്ടിയതിന് ശേഷമാണ് ഈ സേലത്തിലേക്ക് പോകുന്നത്.
ഇപ്പം ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ പോസ്റ്റിംഗ് ഇൻഫർമേഷൻ സെൻറ്ററുകളിലായിരിക്കും. അപ്പോൾ ആളുകൾ വന്ന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പുസ്തകം വാങ്ങി അതിന് തയ്യാറെടുത്തുകൊണ്ടാണ് പോകണം. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേര് തമിഴ് മലയാളം ഭാഷാ സഹായി, ബാലാജി പബ്ലിക്കേഷൻസ്. അന്ന് ഹിഗിംബോധംസ് ബുക്ക് സ്റ്റാളുകളൊക്കെ കന്നഡ മലയാളം, തമിഴ് കന്നഡ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുസ്തകങ്ങൾ, ചെറിയ വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടതൊക്കെയാണ് അതിൽ. ഇത് വാങ്ങി സേലത്ത് പോയി ജോയിൻ ചെയ്തത്. അന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഇൻസ്പെക്ടർ, മലയാളിയായിട്ട് ഇൻസ്പെക്ടറാണ്, ദേവസ്വേട്ടൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി തമിഴൊക്കെ നന്നായിട്ട് അറിയണം, ഇൻഫർമേഷൻ സെൻറ്ററിലല്ലേ ഇരിക്കുന്നത്, ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞൊരു കാര്യം ചെയ്ത് തമിഴ് സിനിമ കാണുക, അപ്പോൾ അതാണ് തമിഴ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം. അപ്പോൾ ഈ സേലം റെയിൽവേ ജംഗ്ഷൻ എന്ന് പറയുന്ന മറ്റ് പല റെയിൽവേ ജംഗ്ഷൻ പോലെ സേലം ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ് മാറി. ഇപ്പോൾ അതെല്ലാം ചേർന്ന് വലിയൊരു ടൗണായിട്ടുണ്ട്. ആ കാലത്ത് അത് ഒരു ഗ്രാമ സ്വഭാവമുള്ളൊരു സ്ഥലമാണ്. ശൂരമംഗലം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, പഴയ ശൂരമംഗലം. അപ്പോൾ പഴയ ശൂരമംഗലത്ത് ഒരു സിനിമ കൊട്ടകയുണ്ട്, ഓലയുണ്ടുള്ളൊരു കൊട്ടക. അപ്പോൾ അവിടുന്ന് ഫ്രീ പാസ്സൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇരുന്നൊരു ഫ്രീ പാസ് തന്നുകൊണ്ടാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞ് പോയിട്ട് സിനിമ കണ്ടോ, ഒരു ഫ്രീ പാസ് ഉണ്ട്. അന്ന് കണ്ട സിനിമയുടെ പേര് റെയിൽ പയനങ്ങളിൽ. 80കളുടെ തുടക്കത്തിൽ തമിഴിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വളരെ ഹിറ്റായിട്ടുള്ളൊരു സിനിമ കൂടിയായിരുന്നു ഇത്. ആ ഒരു ഓർമ്മയിൽ നിന്നാണ് നമ്മുടെ റെയിൽവേ ജീവിതം തുടങ്ങുന്നതും ഒക്കെ അതേ സമയം ആയതുകൊണ്ടാണ് ആ പേരുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കാലമാണ് ഈ സ്റ്റേഷനിൽ ജോലി ചെയ്യുള്ളൂ, ഒരു കഷ്ടിച്ചൊരു 2 വർഷത്തോളമേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും അടുത്തൊരു പ്രൊമോഷൻ വരുമ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് മാറും. പിന്നെ യാത്ര തന്നെയാണ്, പയനം തന്നെയാണ് നമ്മുടെ ജോലി. ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ എന്നാണ് TTE എന്നതിൻ്റെ ഫുൾ. ട്രാവൽ ചെയ്തുകൊണ്ടുള്ള ജോലിയിലേക്കാണ് പോകുന്നത്. ഞാനത് ഒരു 5-8 വർഷത്തോളം ആ ജോലിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഗാർഡിലേക്ക് മാറി. അപ്പോഴും പയനം തന്നെയാണ്, യാത്ര തന്നെയാണ്. ജോലിയുടെ ഉത്തരവാദിത്വത്തിൽ മാറ്റം വരുന്നുണ്ടെന്ന്. ഈ പുസ്തകത്തിൽ ഈ 2 കാലത്ത് എൻ്റെ റെയിൽവേ ജീവിതത്തിൻ്റെ മൊത്തം അനുഭവക്കുറിപ്പുകളൊന്നുമല്ല, ഈ ടിക്കറ്റ് എക്സാമിനറായിട്ടും ഗാർഡായിട്ടും ജോലി ചെയ്തിരുന്ന കാലത്ത്, യാത്ര ചെയ്തുകൊണ്ട് ജോലി ചെയ്തിരുന്ന കാലത്തെ അനുഭവക്കുറിപ്പുകളാണ് ഈ പുസ്തകം. പിന്നെ നേരത്തെ ഷിനി പറഞ്ഞ പോലെ ആ വാക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെടും. ഇപ്പം തമിഴ് ഭാഷ വളരെ ഇമ്പമുള്ളൊരു ഭാഷയാണ്, നമ്മളെ കുറേയും കൂടെ അടുപ്പിച്ച് നിർത്തുന്ന, വലിയ കടുപ്പമില്ലാത്തൊരു ഭാഷയാണ്. അപ്പം അതിൽ ഞാൻ അനൗൺസ്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് ഞങ്ങൾ തന്നെ അനൗൺസ് ചെയ്യണം, ഈ പയനികൾ ഗവനത്തേക്ക് എന്ന് നമ്മൾ തന്നെയാണ് പോയി മലയാളത്തിൽ എഴുതിയിട്ട് ഈ കാലത്ത് അനൗൺസ് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ വാക്കിൻ്റെ ഒരു സൗന്ദര്യം. ഒരുപാട് വാക്കുകളുണ്ട്, പയനം മാത്രമല്ല, പല വാക്കുകൾ. ഇപ്പോൾ രസമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ, ഇപ്പോൾ മലയാളത്തിലേക്ക് നമ്മൾ സഖാവ് എന്ന് പറയും, അപ്പോൾ അതൊരു കടുപ്പുള്ള വാക്ക്. തമിഴിലത് തോഴർ എന്നൊക്കെയാണ്. അപ്പോൾ എന്നെ അൻപ് തോഴർ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഇൻറ്റിമസി. അതുപോലെ മിക്ക വാക്കുകൾക്കും അതുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ വേറെ ഒരു തമാശയായിട്ട് പറയുന്നൊരു കാര്യം, സദേൺ റെയിൽവേയുടെ ഔദ്യോഗിക ഭാഷയാണ് തമിഴ് എന്ന് പറഞ്ഞാൽ, തമിഴില്ലാതെ സദേൺ റെയിൽവേ ഇല്ല. സദേൺ റെയിൽവേയിൽ എല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നതും റെയിൽവേ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ഒക്കെ തമിഴ് ഭാഷയാണ്. ആ തമിഴിനോടുള്ളൊരു അടുപ്പവും ഇതൊക്കെ ഈ ജോലി സംബന്ധമായിട്ടും കൂടെ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഭാഷയിലേക്കാണ് ഒരുപക്ഷെ പയനം എന്നുള്ള തലക്കെട്ട് കൊണ്ട് നമ്മൾ കടന്നുപോയത് ഭാഷയിലേക്കാണ്. കാരണം ഭാഷ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അത് ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ ജോലാർപേട്ട സ്റ്റേഷനിൽ ടിക്കറ്റ് കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, അത് ബാംഗ്ലൂർ ഭാഗത്തുനിന്ന് ഒരു പാസഞ്ചർ ട്രെയിൻ ചെന്നൈയിലേക്ക് പോകും. ഇതൊരുപാട് സമയമെടുത്ത് യാത്ര ചെയ്യുന്ന ട്രെയിനാണ്. ജോലാർപേട്ടയെ കൊണ്ടുവന്നിട്ട് ഏകദേശം 1 മണിക്കൂർ അവിടെ ഇട്ടിരിക്കും. ആർക്കും പരാതിയില്ല, കാരണം അതിൽ വരുന്ന ആൾക്കാരെല്ലാം എല്ലാ വണ്ടിക്ക് വേണ്ടി നിർത്തിയിട്ട് പോകുന്ന, ആകെ 2-2.5 മണിക്കൂർ 3 മണിക്കൂറിനകത്ത് യാത്രയുള്ള ഒരു സംഗതിക്ക് 8-9 മണിക്കൂർ കൊണ്ടാണ് ഇത് ചെന്നൈയിലെത്തുന്നത്. അങ്ങനെ കൊണ്ടിടും. അപ്പോഴത്തേക്ക് വരുന്നതെല്ലാം ഈ കോലാർ പോലെ ഈ കർണാടകത്തിൻ്റെ ഭയങ്കര ഉൾഗ്രാമങ്ങളിൽ നിന്നുള്ള
യാത്രക്കാരാണ്, ഭിക്ഷക്കാരെ പോലുള്ള മനുഷ്യരാണ്. കർഷകരും കർഷക തൊഴിലാളികളും അതിദരിദ്രരുമാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ ഒക്കെ ആ സമയത്ത് 1 മണിക്കൂറിൽ പോലീസുകാരും TC-മാരെല്ലാം കൂടെ വണ്ടി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേരെ ടിക്കറ്റ് ഇല്ലാതെ പിടിക്കും. അപ്പോൾ അതിൽ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവർ ഒരാളെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമായിരിക്കും, 8-10 പേരൊക്കെ ചേർന്നിട്ടാണ് ഒരുമിച്ച് യാത്ര. അപ്പം വന്ന് നിന്നിട്ട് പറയും, അവർ പൈസ എല്ലാം നോക്കുമ്പോഴത്തേക്ക് പൈസ കാണില്ല. അപ്പോഴത്തേക്ക് അവർ പറയുന്നതാണ് ദുഡ്ഡാണി ഇല്ല സാർ എന്ന് പറയും, ദുഡ്ഡാണി. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇൻസ്പെക്ടർ പറയും അവരെ വിട്ടേക്കാൻ പറയും. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഭാഷയാണ്. സംഗതി എന്താ അറിയാമോ, നമ്മൾ പൈസ എന്ന് പറയും, രൂപ എന്ന് പറയും, റുപ്പി എന്നൊക്കെ പറയും, തുട്ടെന്ന് പറയും, ദുഡെന്നൊക്കെ തമിഴിൽ പറയും. പക്ഷെ ദുഡ്ഡാണി എന്ന് പറയുന്നവർ വരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദരിദ്രം പിടിച്ച ഗ്രാമത്തിലുള്ള മനുഷ്യരുടെ ഭാഷയാണ്. ഏതോ ഒരു കുഗ്രാമത്തിൽ, എനിക്ക് എവിടെയാണെന്ന് അറിയില്ല, ഈ കോലാർ മേഖലയിലുള്ള ഏതോ ഒരു കുഗ്രാമത്തിലെ മനുഷ്യരുടെ ഒരു പൈസയ്ക്ക് പറയുന്ന വാക്കാണ് ദുഡ്ഡാണി. അവരെ പിടിച്ചു വയ്ക്കാൻ പാടില്ല, അവരെ പറഞ്ഞു വിടാൻ ഒരുപക്ഷെ അനൗദ്യോഗികമായിട്ട് അയാൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അത് ഭാഷ കൊണ്ടാണ് നമ്മൾ ആ ദാരിദ്ര്യത്തെ പോലും തിരിച്ചറിയുന്നത്. ഇതുപോലുള്ള എക്സ്പീരിയൻസ് ആദ്യം TD വരുന്നത് ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫായിട്ടാണ് സേലത്ത് പോകുന്നത്. അതിനുശേഷം സ്ക്വാഡിൽ വർക്ക് ചെയ്തു. സ്ക്വാഡിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ. ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു 20 വയസ്സിൽ റെയിൽവേയിലേക്ക് എൻട്രി ചെയ്ത ഒരാൾ ഒരു 10-35 വർഷത്തെ സർവീസ് കഴിഞ്ഞ് പോകുമ്പോൾ തികച്ചും പുതിയൊരാളായിട്ട് മാറും. കാരണം ഈ റെയിൽവേ എന്ന് പറയുന്നത്, സദേൺ റെയിൽവേ എന്ന് പറയുന്ന സാറ് സൂചിപ്പിച്ച പോലെ അതിനൊരു തമിഴാണ് അതിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊരു പുതിയ ജീവിതക്രമവും കൂടെ രൂപപ്പെട്ടു വരുന്ന, ഈ പുതിയ പിള്ളേർ പറയുന്ന രീതിയിലാണെങ്കിൽ അതൊരു പാരലൽ യൂണിവേഴ്സാണ്. അപ്പോൾ അവിടേക്ക് വന്ന ചെറുപ്പക്കാരൻ പിന്നീട് എങ്ങനെ TD രാമകൃഷ്ണനായിട്ടൊക്കെ മാറി എന്നുള്ളതിൻ്റെ കൂടി ഒരു സംഭാഷണ പരിണാമം ഇവിടെ സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാരെ കണ്ടാണ് റെയിൽവേക്കാരുടെ ജീവിതം ഇങ്ങനെ പുരോഗമിച്ചോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ അധോഗമിച്ചോ ഒക്കെ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ടിക്കറ്റ് ചെക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസുകൾ സാറ് TD എന്നോട് നേരത്തെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ, അതൊക്കെ ഒന്ന് പറയാമോ? അതായത് സ്ക്വാഡായിട്ടിരിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ്, ഈ പറഞ്ഞ പോലെ ഈ പൈസ ആളിൽ നിന്ന് പൈസ ഇങ്ങോട്ട് എടുത്ത് വാങ്ങിക്കണേനൊരു സാധനം ഉണ്ടല്ലോ. ആരും ടിക്കറ്റില്ലാതെ വരുന്നിട്ട് സാറേ ഞാൻ ടിക്കറ്റില്ല, ഒരു 500 രൂപ വെച്ചോളൂ, ഇങ്ങനെ ആരും കൊടുക്കുന്ന ചരിത്രമില്ല. അപ്പോൾ ആ ഒരു എക്സ്ട്രാക്ഷൻ. അല്ല, ഞാൻ കുറച്ച് കാലമാണ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ആദ്യത്തെ പ്രൊമോഷൻ സ്ക്വാഡിലേക്കായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ടായി. സാധാരണ നമ്മൾ വിചാരിക്കില്ലേ, ഞാൻ ടിക്കറ്റില്ല പൈസ വെച്ചോളൂ, അങ്ങനെ ഒരാൾ പറയുകയാണ്. അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മുടെ ഒരു കണക്ക് പൈസ ഇല്ലാത്തവർ കഷ്ടപ്പെട്ട് ടിക്കറ്റ് വാങ്ങാതെയൊക്കെ വരുന്നവരായിരിക്കുന്നു. ഇപ്പോൾ പോകുന്ന മംഗലാപുരം കന്യാകുമാരിയോ പരശുരാമ എക്സ്പ്രസ് അല്ലേ, അവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നാഗർകോവിൽ അല്ലേ. അപ്പോൾ അത് ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് അത് ആദ്യം മാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വരെയുള്ളൂ. മംഗലാപുരം കൊച്ചി ഡേ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിനായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ ഞങ്ങൾ സ്ക്വാഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ് സീറ്റിൽ വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് വളരെ ടിപ്പ് ടോപ്പായിട്ട് ഒരാളിരിക്കുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആളുകളുടെ അടുത്തൊക്കെ ഞങ്ങൾ സ്ക്വാഡിൽ യൂണിഫോം ഇല്ലാതെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ടിക്കറ്റ്, അപ്പോൾ അന്ന് തീവണ്ടിയിലൊക്കെ ഇരുന്ന് സിഗരറ്റ് വലിക്കാവുന്ന കാലമാണ്. അപ്പോൾ ഒരു കയ്യിൽ സിഗരറ്റ്, മറു കയ്യിൽ ഒരു ഇംഗ്ലീഷ് പത്രം, ഇന്ത്യൻ എക്സ്പ്രസ്സൊക്കെ ആവാം. അപ്പോൾ ഇത് ഒരു സൈഡ് സിംഗിൾ സീറ്റിലിരിക്കുകയാണ് അദ്ദേഹം. ഞാൻ ടിക്കറ്റ് എന്ന് ചോദിച്ചപ്പോൾ എന്നെ അങ്ങനെ ഒന്ന് നോക്കി. അപ്പോൾ എനിക്കും അധികം പ്രായമില്ല, ഒരു 23-24 വയസ്സാവുന്നുള്ളൂ, ചെറിയൊരു പയ്യൻ. പിന്നെ അപ്പോൾ ചോദിച്ചു, ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഉണ്ടോ കയ്യിലെന്ന് ചോദിച്ചു. ടിക്കറ്റ് എക്സാമിനറാണോ, ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്. അപ്പോൾ 2-3 ചോദ്യം നമ്മളോട് തിരിച്ച് ഇങ്ങോട്ട് മാന്യമായിട്ട് ചോദിക്കാൻ അവകാശമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല, ഒരു ടിക്കറ്റ് എഴുത്തുന്നുള്ളൂ. അപ്പോൾ ഞാൻ വളരെ പൊളൈറ്റായിട്ട് അവസാനം മറ്റോ വന്ന് കയറിയതായിരിക്കും, ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത സീറ്റിൽ അവിടെ ഇരുന്ന് നമ്മുടെ പുസ്തകമൊക്കെ വെച്ച് റെഡിയാക്കി ഇദ്ദേഹത്തിന് പോകേണ്ട സ്ഥലം ഒക്കെ ചോദിച്ചിട്ട് ടിക്കറ്റ് റെഡിയാക്കി എഴുതി കൊടുത്തപ്പോൾ ഒരു 100 രൂപ നോട്ട്, അന്ന് ഈ പറയുന്ന കാലത്ത് 100 രൂപ നോട്ട് വലിയ നോട്ടാണ്, അത് നീളത്തിൽ
മടക്കിയിട്ട് 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെയാക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് തന്നു. അപ്പോൾ ഞാനത് വാങ്ങി. അന്ന് ഇത്രയൊന്നും പൈസയില്ല, 23 രൂപ 50 പൈസ കിട്ടിയാണ് ഇയാൾക്ക് ആകെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പൈസയൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു. വീണ്ടും ഞാൻ ഇദ്ദേഹത്തിനോട് വളരെ ബഹുമാനത്തോടു കൂടി ചോദിച്ചു, എന്താ ടിക്കറ്റ് വാങ്ങാൻ പറ്റാതെ പോയതാണോ, എന്ത് പറ്റിയെന്ന്. അപ്പോൾ അടുത്ത ഷോക്കിംഗ് ആയിട്ടുള്ള അയാളുടെ ഒരു ഇത് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ ടിക്കറ്റ് വാങ്ങിക്കാറില്ല. നിങ്ങളെപ്പോലെ ആരെങ്കിലും വല്ലപ്പോഴും ഒരു കാലത്ത് വന്ന് ടിക്കറ്റ് ചോദിക്കുമ്പോൾ കൗണ്ടറിൽ പോയി ചോദിക്കുമ്പോൾ അവിടെ വലിയ നീണ്ട ക്യൂ, ചേഞ്ച് ഇല്ല, ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിപ്പോൾ ഒരു പ്രശ്നമില്ല. എന്നിട്ട് അയാൾ പറഞ്ഞ് ഒരു 22-ാം തീയതി 23-ാം തീയതി ഒക്കെയാണ് ഈ സംഭവം നടക്കണത്, ആ മാസത്തിൻ്റെ. ഈ മാസത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങളാണ് എൻ്റെ ടിക്കറ്റ് ചോദിക്കുന്നത്. ഇതാണ് കുറച്ചും കൂടെ ലാഭമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം നമുക്ക് പരിചയപ്പെട്ടതിൽ. ഞങ്ങൾക്കാണെങ്കിൽ ഈ ആളുകളെ പിടിച്ച് ഫൈൻ അടപ്പിച്ചിട്ട് അതിൻ്റെ ടാർജറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ സാധാരണ ആളെ പിടിച്ചാൽ കാശൊന്നും കിട്ടില്ല, അവരായിട്ട് വലിയ ബഹളം കൂടി. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഒരാളെ കിട്ടിയത്. അങ്ങനെ ഇങ്ങനത്തെ ചില കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടേണ്ടി വരും. അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നവരെ വിശ്വസിച്ചിരുന്നത് അങ്ങനെ ആളുകൾ ഉണ്ടാവില്ലെന്ന്. അപ്പോൾ അതിസമർത്ഥന്മാരായിട്ടുള്ള ആളുകൾ, പല തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തുന്നവർ, ടിക്കറ്റ് മൊത്തം അന്ന് എഴുതുന്ന പേപ്പർ ടിക്കറ്റുകളുണ്ടായിരുന്നു, മഷിയിൽ എഴുതുന്നു. ഇപ്പോഴത്തെ കാലമല്ലോ, ഞാൻ 80s. അപ്പോൾ അത് മൊത്തം എന്തോ കെമിക്കൽ ഉപയോഗിച്ച് മൊത്തമായിട്ടത് മായ്ച്ച് കളഞ്ഞ് പുതിയതായിട്ട് എഴുതി വന്നു. അപ്പോൾ അതിലൊരു സിംഗ് അയാൾ സർക്കുലർ ടൂർ ടിക്കറ്റ് എന്നും പറഞ്ഞ് റെയിൽവേക്ക് ഒരു ടിക്കറ്റ് ഉണ്ട്, ഒരു മാസത്തെ കയറ്റി കൊടുക്കും. അപ്പോൾ അതിൽ ഒരു 10-25 പോയിൻ്റുകൾ ഉണ്ടാവും, ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് അടുത്തേക്ക് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ടിക്കറ്റ് ഇവിടുന്ന് ഡൽഹി ടു ഡൽഹി എന്നും പറഞ്ഞ് ഇഷ്യൂ ചെയ്തേക്കുന്ന ടിക്കറ്റ്. അത് ഒരു റൗണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം വീണ്ടും ഇത് മായ്ച്ച് കളഞ്ഞ് വീണ്ടും യാത്ര ചെയ്യും. അപ്പോഴാണ് നമ്മുടെ അടുത്ത് വന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപാട് നേരം ഇതൊന്നും അഡ്മിറ്റ് ചെയ്യാതെ അവസാനം നിവൃത്തിയില്ലാതെ പുള്ളിക്ക് സമ്മതിക്കേണ്ട വന്ന് അതിൻ്റെ പൈസ അടച്ചു പോണവരും. അപ്പോൾ ഈ ടിക്കറ്റ് ചെക്കിങ്ങിലുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. നമ്മുടെ ധാരണകളെയൊക്കെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ വളരെ സമൂഹത്തിൽ ശ്രദ്ധേയരായ ആളുകളെ നമ്മൾ പല ആളുകളെയും കാണും, പല ഭാഷ സംസാരിക്കുന്നവരെ. അന്ന് ഒരുപാട് എഴുത്തുകാരെയൊക്കെ ഞാൻ പരിചയപ്പെടുന്ന ആ കാലത്താണ്. ഇപ്പോൾ VK പോലുള്ള എഴുത്തുകാരെ, ജോൺ അബ്രഹാമിനെ പോലുള്ള ഫിലിം ഡയറക്ടേഴ്സിനെ, ഇങ്ങനത്തെ ആളുകളെയൊക്കെ കാണാനുള്ള അവസരം അതും ഈ തൊഴിൽ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഒരു ലോകം കുറേയും കൂടെ അങ്ങ് വിസ്തൃതമാകും എന്നാണ് എനിക്ക് തോന്നിയത്. സമാനമായ അനുഭവങ്ങൾ എനിക്കുമുണ്ട്. പക്ഷെ ഞാൻ ഒരു അനുഭവം പറയാം. അതായത് ഒരിക്കലൊരു ട്രെയിനിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയുള്ളൂ, മറു സൈഡിൽ ഒരു RPF നിന്നു. ഞാൻ ഈ സൈഡിൽ തുടങ്ങിയതും ഒരു പയ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, അനിയാ പൈസ ഉണ്ടെങ്കിൽ എടാ, പൈസയും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ എത്ര പേരുണ്ട്? ഞാനും ഉണ്ട്, എൻ്റെ വൈഫും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു പൈസ ഇല്ല സാറേ, ഇവളും ഞാനും കൂടെ എറണാകുളത്ത് കറങ്ങാൻ വന്നിട്ട് പൈസ മൊത്തം തീർന്നു പോയി, എൻ്റെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ്, അപ്പോൾ 1-2 പേര് കേട്ടോണ്ടൊക്കെയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ID കാർഡ് ഇതാന്ന് പറഞ്ഞു. ID കാർഡൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പേപ്പറിൽ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്ത് ഇവൻ്റെ ആ പെൺകുട്ടി ഇരിക്കണം, അതിങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം, എന്താണ് പറയുന്നതെന്നറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ മറ്റന്നാൾ കൊണ്ടൊന്ന് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പോണെങ്കിൽ പോട്ടെ, കായംകുളത്തിറങ്ങി പോകാനുള്ളവനാണ്. അപ്പോൾ അവൻ പറയും, സാറിൻ്റെ നമ്പർ, സാധാരണ നമ്മൾ പൈസ അടപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതി വാങ്ങി അവരെ ഫോൺ നമ്പറൊക്കെ എഴുതി വാങ്ങും, ID കാർഡിൻ്റെ കോപ്പിയൊക്കെ എടുക്കും. അപ്പോൾ അവൻ പറഞ്ഞ് ഞാനതൊന്നും ചെയ്തില്ല. അവൻ്റെ സാറേ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്, പൈസ മൊത്തം തീർന്നു പോയി, അവിടെ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ചിലവായി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു 25 വയസ്സേ വരുള്ളൂ. ഇവർ രണ്ടും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. ആ കഥയും അവൻ അപ്പം തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ അവൻ പറഞ്ഞു, സാറിൻ്റെ നമ്പർ എനിക്ക് തരാൻ പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്പർ വാങ്ങിക്കുന്നവർ അങ്ങ് പോവും, കാരണം പിന്നെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്നെ വിളിച്ചു, സാറേ പൈസ റെഡി ആയിട്ടുണ്ട്, എവിടെ വന്നാൽ ഇത് അടയ്ക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചാൽ ആരാണ്? സാർ അന്ന് ഞാൻ മറ്റേ വണ്ടിയിൽ കായംകുളത്ത് വെച്ച് സാർ പിടിച്ച പൈസ റെഡി ആയിട്ടുണ്ട്, എവിടെ വന്നു? സാർ ഇങ്ങോട്ട് വരുമോ ഞാൻ അങ്ങോട്ട് വരണമെന്ന് ചോദിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഭയങ്കര IAS ഓഫീസറോ മന്ത്രിയോ ഭയങ്കര പണക്കാരനൊക്കെ ആയിരിക്കും. നിങ്ങൾ അബദ്ധത്തിന് ചിലപ്പം ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ കയറിയിട്ട് നിങ്ങൾ 99% ഭാഗ്യം ഉണ്ട് ഇന്ത്യൻ പബ്ലിക്കിന്. ടിക്കറ്റ് എടുത്താൽ പോയാൽ പിടിക്കുകയൊന്നുമില്ല.
അവസാനം നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി നിങ്ങൾ പോവും. നിങ്ങളൊരിക്കലും കുറ്റബോധം, അയ്യോ ഞാൻ ഇന്ത്യൻ റെയിൽവേ പറ്റിച്ചു, ഒരു 50 രൂപ ടിക്കറ്റ് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് വലിച്ചു കയറി കളയാം, ഇങ്ങനെയൊന്നും ആർക്കും തോന്നില്ല. അതായത് 99.99 ആ പയ്യൻ ഒഴിച്ച് എൻ്റെ ജീവിതത്തിൽ കണ്ട വിത്തൗട്ട് ടിക്കറ്റുകാരെല്ലാം കള്ളന്മാരാണ്. ഇതുപോലെ ആലോചിച്ച് നോക്കൂ, അവൻ ഒറ്റ ഒരുത്തം മാത്രമാണ് തിരിച്ച് വന്നിട്ട് 300 മുതൽ അവർ 600 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് പിന്നെ അവൻ പോയി. അവൻ കടൽ പണിക്കാരനാണ്, മനസ്സിലായോ? ഈ കായംകുളത്ത് കടലിൽ പോകണവനാണ്. അതിനു മുമ്പ് അവൻ പൈസ ഒപ്പിച്ചിട്ട് വന്നു. ഇങ്ങനെ ചരിത്രത്തിൽ ഞാനുൾപ്പെടെ നിങ്ങളാരും ചെയ്യൂല, ആരും ചെയ്യൂല. കാരണം അങ്ങനെ ആ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. സാറിൻ്റെ പറഞ്ഞ ഈ പൈസ എടുക്കുന്ന ചില അനുഭവങ്ങളൊക്കെ സാറ് പറഞ്ഞ ഓർമ്മയുണ്ട്. അതെന്ന് പറയാമോ? അതായത് ചോറ്റുപാത്രത്തിൽ നിന്ന് പൈസ എടുത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേപോലെ 80കളിൽ ഇവിടെ ഈ ഒരു ഗൾഫ് ബൂം വന്നിട്ട് ധാരാളം കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു കാലമാണ്, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ. അപ്പോൾ അതിന് ഒരുപാട് പേര് ജോലിക്കാർ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. ഇപ്പോൾ ഒന്നും അങ്ങനെ വരുന്നില്ല. അവരൊക്കെ കുറേ കൂടെ എഡ്യൂക്കേറ്റഡായി കുറച്ചും കൂടെ നല്ല സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തി, ഒക്കെ മാറ്റം വന്നു. പക്ഷേ ഈ പറഞ്ഞൊരു കാലത്ത് ഒരുപാട് ആളുകൾ വരുമായിരുന്നു. ഈ വരുന്നവർ ആദ്യകാലത്ത് ടിക്കറ്റ് ഇല്ലാതെ വന്നിരുന്നു കുറേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇതിൽ ഒരു തവണ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ ഒരാൾ വരിക. അപ്പം കുറ്റിപ്പുറത്തേക്ക് വരുന്നു. ചിന്നസേലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്, ആത്തൂർ എന്ന് പറയുന്ന, അവ വളരെ ഡ്രൈ ആയിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരാൾ വരുന്നത്. അപ്പോൾ അയാൾ റിസർവ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ കാലത്ത് ഇയാൾ എന്നോടൊക്കെ പരിചയപ്പെട്ട് സംസാരിച്ച് കുറ്റിപ്പുറത്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ, അപ്പോൾ ഇതിൻ്റെ ഒരു ഏജൻ്റാണ് ഇയാൾ. 100 പേരെ ഇയാൾ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ ജോലി കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ഒരു മേസ്തിരിയായിട്ടാണ് ഇദ്ദേഹം. അപ്പം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ആത്തൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറും കൂടിയാണ്. അപ്പോൾ ഇയാളുടെ വാർഡിലുള്ള പ്രജകൾ മൊത്തമായിട്ട് കുറ്റിപ്പുറത്തേക്ക് വന്ന് ഇവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇയാൾ ഇവിടെ വന്ന് ഒരു മുറി വാടകയ്ക്ക് എടുത്ത്, അന്ന് എന്തോ തുച്ഛമായിട്ടുള്ള പൈസയാണ് അവർക്ക് കിട്ടുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ വെച്ച് വാങ്ങിക്കും. ആ 1 രൂപ വെച്ച് വാങ്ങിയാൽ തന്നെ ഇയാൾക്ക് 100 രൂപ ഡെയിലി കളയും. എന്നിട്ട് അവർക്ക് കത്ത് എഴുതി കൊടുക്കുക, അവരുടെ മണി ഓർഡർ പൂരിപ്പിച്ച് കൊടുക്കുക, അവർ തമ്മിലുള്ള അടിപിടി കേസുകളൊക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പഞ്ചായത്ത് പരിപാടി മൊത്തം കുറ്റിപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളൊക്കെ പുരോഗമിച്ചു, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ തുടങ്ങിയല്ലോ, പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പ് ആളിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കരഞ്ഞുകൊണ്ടൊക്കെ പറയും, പണം ഒന്നുമില്ല, പൈസ ഇല്ല സ്വാമി, അപ്പടി സ്വാമി, ഇപ്പടി സ്വാമി. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ അവർ സാധാരണ ഇങ്ങനെ ലെമൺ റൈസ് ഇതൊക്കെ കുറേ കൊണ്ട് നടക്കും ഭക്ഷണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിയായിട്ട് അവരുടെ കയ്യിലുള്ള 500 രൂപ വെച്ച് ഇതിൻ്റെ മുഴുവൻ ചോറായിരിക്കും. എവിടുന്നും നമുക്ക് എങ്ങനെ നോക്കിയാലും പിടിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കൂടെ വലിയ മാറ്റം വന്നു. നോർത്തിൽ യാത്ര ചെയ്ത സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, അവിടെ ടിക്കറ്റ് എടുത്തവൻ സീറ്റിലിരിക്കും, ടിക്കറ്റ് ഇല്ലാത്തവൻ നിലത്തിരിക്കും. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലത്തെ ഒരു പാസഞ്ചർ, അസൻസോൾ ടു മുഗൾ സറായ് പാസഞ്ചർ എന്നും പറഞ്ഞൊരു പാസഞ്ചർ ട്രെയിൻ, ഒരുപാട് ലെങ്ത്തുള്ള ഭാഗമൊക്കെ 10-20 മണിക്കൂറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൽ യാത്ര ചെയ്ത് നമ്മൾ കയറുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ ആളുകളെയാണ്. അപ്പോൾ ഞങ്ങൾ 5 പേര് ഒരു ബേയിൽ ഇരുന്ന് ഒരാൾക്കും കൂടി ഇരിക്കാം. അപ്പോൾ ഈ നിലത്തിരിക്കണവരോട് ഇവിടെ ഇരുന്ന് ഇരിക്കാൻ പറയുമ്പോൾ എന്തായാലും ഇരിക്കും. ടിക്കറ്റ് വാങ്ങിയിട്ടില്ല, ഇരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഈ നിലത്തിരിക്കണവർക്ക് ആട്, സൈക്കിൾ, വിറക് ഇതൊക്കെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ ആ യാത്രയിലുള്ള വേറെ രസമായിട്ടുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഗയ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് അടുത്ത ഏതൊരു സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ഈ ഗ്രൂപ്പിൽ പെടാത്ത പ്രത്യക്ഷത്തിൽ കുറേ കൂടെ വിദ്യാസമ്പന്നനെന്ന് തോന്നിക്കുന്ന ഒരാൾ കയറി. അപ്പോൾ അയാളോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ വേഗം ഇരുന്നു. ഇപ്പോൾ ഒരു ക്രീം ജുബയും ഇതൊക്കെ ഇട്ടൊരു 10-50 വയസ്സുള്ളൊരു മനുഷ്യനാണ്. എന്നിട്ട് ഞങ്ങളോട് സംസാരിക്കാനൊക്കെ. അപ്പോൾ അദ്ദേഹം സസറാം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പുറത്ത് പോയി നിറയെ ആളുകളെ പരിചയപ്പെടണം, പല കാര്യങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാലമാണ്, 80കളുടെ അവസാനത്തെ കാലം. അപ്പോൾ ഈ സസറാം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യം. ഞാൻ ചോദിച്ചത്, ഈ സസറാം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൊരു പേരാണല്ലോ, എനിക്ക് മിനിമം വിവരമേ ഉള്ളൂ അതിനെപ്പറ്റി. 2 കാര്യമാണ് കേട്ടിട്ടുണ്ടായിരുന്നു.
ഒന്നൊരു ഷെർഷാ സൂരിയുടെ സ്ഥലമാണ്. അപ്പോൾ ഞാനത് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഷെർഷയുടെ സ്ഥലം വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞു അതിൻ്റെ അവിടെ കൊട്ടാരമുണ്ട്, വലിയൊരു തടാകമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ അടുത്തത് ഞാൻ കേട്ടിട്ടുള്ളത് ജഗജീവൻ റാമിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. നമ്മുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജഗജീവൻ റാമിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് അടുത്ത് ഈ ജഗജീവൻ റാമിനെ പറ്റി ചോദിച്ചു. ഈ ജഗജീവൻ റാമിനെ പറ്റി ചോദിച്ചതും എൻ്റെ അടുത്തിരുന്ന ആളെ ഉടനെ എഴുന്നേറ്റിട്ട് ഈ ലഗേജൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഒരു കൈ അതിൻ്റെ മുകളിൽ പിടിച്ച് അടുത്ത കൈ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ജുബ്ബയുടെ ഉള്ളിലേക്ക് കൈയിട്ട് ഉള്ളിലുള്ള പൂണൂലെടുത്ത് എനിക്കിങ്ങനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ത്രിവേദി, ഞാനൊരു ത്രിവേദിയാണ്, അവൻ്റെ പേര് പറയുന്നത് പോലും പാപമാണെന്ന്. ഈ നമ്മുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുടെ പേര് പറയുന്നത് ഇയാൾക്ക് പാപമാണ്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ആൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ആളുകളോട് ബഹളം കൂടാൻ അവർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ നിരുപദ്രവമായൊരു കാര്യമാണ് ചോദിച്ചത്. പക്ഷേ ഇയാൾ ഇങ്ങനെ പ്രൊവോക്കേറ്റഡ് ആയിട്ട് എന്നിട്ട് ഈ ജഗജീവൻ റാമിനെ കുറേ ആക്ഷേപിച്ചുകൊണ്ട് ഇദ്ദേഹം എനിക്ക് സസറാം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററാണെന്ന് മാത്രമല്ല, ഇതിന് മുമ്പ് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞ് ഹിന്ദിയിലും സംസ്കൃതത്തിലും MA പാസ്സായിട്ടുള്ള ആളാണ്, ഫ്രം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അപ്പോൾ കേരളത്തിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് വളരെ നല്ല ചില ധാരണകളുണ്ട്. ആ കാലത്ത് കേരളത്തിൽ ആരും വീട്ടിൽ ആഹാരം പാചകം ചെയ്യുന്നില്ല എന്നാണ് 80കളിൽ പുള്ളി ധരിച്ചത്. ഇപ്പോഴാണെങ്കിൽ പിന്നെയും കുറേയൊക്കെ അതിന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ യാത്രകൾ ഈ റെയിൽവേ ചേർന്നുകൊണ്ടുള്ള ഇത്തരം ആദ്യകാലത്ത് നമ്മൾ ഒരുപാട് പാസ് എടുക്കുക, ഉടനെ കിട്ടുന്ന ലീവ് എടുത്ത് യാത്ര ചെയ്യുക, ഇന്ത്യ കാണാം. അപ്പോഴാണ് നമ്മൾ പല തരത്തിലുള്ള മനുഷ്യരെ കാണുക. ഇത് ബീഹാറാണ്. ഇപ്പോഴത്തെ ബീഹാറല്ല, 14-15% ലിറ്ററസി ഉള്ളൂ ഞാൻ പോയ സമയത്ത്. അവിടെയുള്ള ഏറ്റവും വിദ്യാസമ്പന്നം എന്ന് പറയുന്ന ആളായിരിക്കണമല്ലോ ഈ MA ഹിന്ദി സംസ്കൃതം. പക്ഷേ അയാൾ MA ഹിന്ദിയിലും സംസ്കൃതത്തിലും എടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ലാതുള്ളത് പ്രവർത്തി കൊണ്ട് തെളിയിക്കുന്നു. അപ്പം ഇങ്ങനത്തെ മനുഷ്യരെ നമ്മൾ കാണുന്നത് ശരിക്കുള്ള ഇന്ത്യ കാണുന്നത് ആ യാത്രകൾ. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒറീസയിൽ, ഛത്തീസ്ഗഡിൽ, അങ്ങനെ എവിടെയൊക്കെ പോകാൻ പറ്റുമോ. ഈ റെയിൽവേ ജോലി കൊണ്ട് ഉണ്ടായ ഒരേയൊരു പ്രയോജനം അതാണ്. അപ്പോൾ അതിലൊക്കെ ഇതുപോലത്തെ വിചിത്രമായിട്ടുള്ള മനുഷ്യരെ നമ്മൾ ഈ കേരളത്തിലിരുന്നുകൊണ്ട് കാണുന്ന ഒരു കാഴ്ചയേ അല്ല നമ്മൾ ഇവിടുന്ന് പോയത്. തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അത് മാറും, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ മാറും. വിചിത്രമായിട്ടുള്ള പേരുകൾ, വിചിത്രമായ പെരുമാറ്റങ്ങൾ, ഇങ്ങനത്തെ കടുംപിടുത്തങ്ങൾ, ജാതിയുടെ മതത്തിൻ്റെ നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഇത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ജനിച്ച ഈ കേരളം എത്ര നല്ലൊരു സ്ഥലമാണെന്ന് തിരിച്ചറിയുന്നതും അപ്പോൾ തന്നെയാണ്. അതൊരു പക്ഷേ ഒരു റെയിൽവേ ജീവനക്കാരനായിട്ട് കടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതകരമായ ചില കാഴ്ചകളിലോട്ട് എടുത്തിടുകയാണ് നമ്മളവിടെ കിടന്ന് ഒരു തരം പരുവപ്പെടലിന് വിധേയമാവും. സാറേ ഈ UP-യിലെ ഈ ബ്രാഹ്മണൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ പൂനെയിലാണ് ഞാൻ റെയിൽവേയിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ ഗോർപുരി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട്, അവിടെയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രെയിനിങ് സമയത്ത് ഒരു ത്രിപാഠി ഉണ്ട്, അവൻ്റെ പൂർണ്ണമായ പേര് ഞാൻ മറന്നുപോയി. ഈ ത്രിപാഠി UP-കാരനാണ്, UP-യിലെ കുറേ പേരുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു തെലുങ്കൻ്റെ വീട്ടിൽ, റെയിൽവേ ക്വാർട്ടേഴ്സുകളെന്ന് പറഞ്ഞാൽ അവർ സൈഡ് ബിസിനസ്സൊക്കെ നടത്തും. അവിടെ പെണ്ണുങ്ങൾ ചിലപ്പം കട നടത്തും, ചിലപ്പം വേറെ ചിട്ടി നടത്തും. അങ്ങനെ ഒരു വേറെ ലോകമാണ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട്. നമുക്ക് സങ്കല്പം രാവിലെ നോക്കുമ്പോൾ ഒരു അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ വീട്ടിൽ ഇഡ്ഡലിയും വടയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വിൽപ്പന, അത് കഴിഞ്ഞിട്ട് അയാൾ ജോലിക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. അങ്ങനെ ഒരു വീട്ടിൽ അയാൾ അവിടുത്തെ ഒരു മെക്കാനിക്കൽ സൂപ്പർവൈസറിൻ്റെ വീട്ടിലാണ് ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഊണ്. ചിക്കനുണ്ട്, ആന്ധ്ര രീതിയിലുണ്ടാക്കിയ ചിക്കനുണ്ട്. അപ്പോൾ ഈ ത്രിപാഠി അവിടെ വന്നിട്ടേ കഴിക്കുള്ളൂ. എന്നിട്ട് പറയും അവന് ചിക്കൻ കറി വേണം, ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ ചിക്കൻ കഴിക്കുന്ന ബ്രാഹ്മണനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. എന്ന് മാത്രമല്ല അയാളോട് പറയും അണ്ണാന്ന് വിളിക്കുക. അണ്ണാന്ന് വിളിച്ചാൽ സൗത്ത് ഇന്ത്യക്കാർക്ക് കുറച്ച് സ്നേഹം വരും. അണ്ണ മുറുകി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ ഇവനെ നമ്മൾ മുറുകി പണ്ഡിറ്റ് എന്നാണ് ഇവനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നമ്മുടെ സിസ്റ്റമൊക്കെ ആകെ നമ്മൾ വിചാരിക്കും പോലെ ഒരേ സമയം റിജിഡും ഒരേ സമയം ഇങ്ങനെ ഭയങ്കര ഒളാറ്റയിൽ ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്നൊരു സാധനമാണ്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും, അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ്. അപ്പം ഇതിനകത്ത് കയറി വരുന്ന ഒരു മനുഷ്യൻ നമ്മൾ ഈ കാണുന്ന ഒരു അതിവൈചിത്ര്യങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് റെയിൽവേ ട്രാക്കിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സഞ്ചരിച്ചു പോകുന്നത്. മറ്റൊരു ജോലിയിലേക്ക്, ഒരു ക്ലർക്കോ അല്ലെങ്കിൽ ഒരു സിവിൽ ടൈപ്പ് ജോലിയിൽ നിന്ന് വന്നാൽ
ഈ ഒരു എക്സ്പോഷറിന് ഈവൻ നിങ്ങൾ മിലിറ്ററിക്കാരെ കുറിച്ച് പറഞ്ഞൊരു സഞ്ചരി, പക്ഷേ അവർക്കൊന്നും ഇത്രയും ജീവിതമായിട്ടുള്ള ബന്ധമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാനൊരിക്കൽ ഞങ്ങളിവിടെ അവിടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തിൻ്റെ പേരാണ് അമിത് ബഞ്ചാരെ. അപ്പം എനിക്ക് എന്താണ് ഈ ബഞ്ചാരെ കമ്മ്യൂണിറ്റി അതൊന്നും എനിക്കറിയില്ല. പക്ഷേ രാത്രികളിൽ ഞാനും കൂടെ ഒരുമിച്ച് ഈ പൂനെയിലെ ബുധവാരിപ്പേട്ട എന്നുള്ള അല്ലെങ്കിൽ സോംവാരിപ്പേട്ട ഇങ്ങനെയുള്ള തെരുവുകളുണ്ട്, ഇവിടെ കൂടെ ഇങ്ങനെ നടക്കാൻ പോകും. അപ്പോൾ ഇവൻ ഭയങ്കര പൊക്കമുള്ളവനും ഭയങ്കര സ്പീഡിൽ നടക്കുന്നവനുമാണ്. ഇവൻ എനിക്ക് വേണ്ടി ചിലപ്പോൾ സ്പീഡ് കുറച്ചിട്ട് കൊണ്ടു നടക്കും. എന്നിട്ട് ഞങ്ങൾ ഈ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് നടക്കും. അതിൻ്റെ ഒരു സൈഡിൽ ഈ റെഡ് സ്ട്രീറ്റാണ്, ഒരു സൈഡിൽ സാധാരണ കച്ചവട സ്ഥാപനങ്ങളുള്ള. അപ്പോൾ ഈ ഫാമിലികളൊക്കെ അവിടെ നിന്ന് സാധനം വാങ്ങും, ഈ റെഡ് സ്ട്രീറ്റിൽ പോകാനുള്ളവർ അവിടെ കൂളായിട്ട് അവിടെ പോകും. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച് പോകുമ്പോൾ അവൻ ഒരു ദിവസം ഒരു പാട്ട് പാടി. അതിതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കളിയാണ്, അവരുടെ കുട്ടിക്കാലത്തെ കളിയാണ് സാധനം. അഭി കിത്തന ദൂർ ഹേ എന്ന് ഒരാൾ ചോദിക്കും. അപ്പം കൂടെ വരുന്നവർ പറയും ഉത്തന ഉത്തന ദൂർ ഹേ എന്ന് പറയും. ഇത് അവരുടെ ഈ കളിയാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ബഞ്ചാരകളെക്കുറിച്ചൊന്നും അന്ന് ധാരണയില്ല, അന്ന് ഈ ഗൂഗിൾ ഉപയോഗിക്കാൻ പറ്റിയ കാലവുമല്ല. അപ്പോഴത്തേക്ക് പിന്നീട് മനസ്സിലാക്കുന്നത് ബഞ്ചാര എന്ന് പറയുന്നത് ഈ മധ്യ ഇന്ത്യയിലെ നാടോടികളാണ്, അവർ ഇങ്ങനെ ജിപ്സികളാണ്. അപ്പോൾ അവർ ഈ പലതരം സംഘങ്ങളോടൊപ്പം യുദ്ധ സംഘങ്ങളോടൊപ്പം ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നവർ, നടന്നു വെക്കുന്ന ഒരു മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കാലിൻ്റെ വേഗതയോടെ നമുക്ക് എത്താൻ പറ്റില്ല. അതൊക്കെ പിന്നീടാണ് അറിയുന്നത്. പിന്നീടാണ് അവൻ കടന്നു വന്ന ജീവിതവും അവൻ്റെ ആ ഗോത്രത്തിൽ നിന്ന് അവനാണ് ആദ്യമായിട്ട് ജോലി കിട്ടി പുറത്തു വരുന്ന ഒരാൾ. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നീട് ഞാൻ കഥകളൊക്കെ എഴുതിയപ്പോഴത്തേക്ക് ഈ മനുഷ്യരൊക്കെ കടന്നു വന്നു. അതൊരു അനുഭവമാണ്. അതുപോലെ തന്നെ സാറ് പിന്നീട് ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞിട്ട് പിന്നെ ഗാർഡായിട്ടാണ് പോകുന്നത്. ഗാർഡിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ 2 ട്രാക്കിൽ, അതും സെയിം പയനം ഇങ്ങനെ സഞ്ചാരമാണ്. അത് എവിടെ അവസാനിക്കാത്ത പോലെ ഒരു സഞ്ചാരം പോലെ ആണ് അതും. അതിൽ പക്ഷേ കുറേ കൂടെ ഏകാന്തത. ഇത് ഭയങ്കര ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് ഒരു ടിക്കറ്റ് കളക്ടർ നിൽക്കുന്നത്. പക്ഷേ ഇത് ഒറ്റയ്ക്കൊരു മനുഷ്യൻ നിന്നിട്ട് ചെയ്യുന്ന ജോലിയാണ്. മാത്രമല്ല അതിൽ അപാരമായ ഒരു ഏകാന്തതയാണ്. ആ ഒരു കുറേ കാലം സാറ് അങ്ങനെ ഈ പറഞ്ഞ ഗാർഡിൻ്റെ ജോലി ചെയ്തു, ട്രെയിനിൻ്റെ ഏറ്റവും പുറകിൽ ഏകാന്തനായ മനുഷ്യനായിട്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ഈ ടിക്കറ്റ് ചെക്കിങ്ങിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടൊന്നും എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി ആദ്യമൊക്കെ വലിയ ത്രില്ലിംഗ് ആയിട്ട് തോന്നും. ഞാൻ അവസാനം കുറേ കാലം ഫ്ലൈയിങ് സ്ക്വാഡിലായിരുന്നു. ഇപ്പോൾ ഈ ടിക്കറ്റ് കൈമാറ്റം ചെയ്യുന്നവർ, പേര് മാറി ഉപയോഗിക്കുന്നവർ, അതുപോലെ ടിക്കറ്റിൽ ഫ്രോഡ് ചെയ്യുന്ന ആളുകൾ, ഇവരെയൊക്കെ പിടിക്കുന്ന ജോലി. അപ്പോൾ ആദ്യമൊക്കെ നമ്മളെന്തോ വലിയ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ആളുകളെ പിടിക്കുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു. ആൾ മാറിയവരെയൊക്കെ പിടിക്കുന്നതിലൊക്കെ വലിയ ത്രില്ല്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കാലത്ത് ഇവിടുന്ന് ഗൾഫിൽ പോകുന്നവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടുന്ന് ടിക്കറ്റ് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരേ സമാനമായിട്ടുള്ള പേരുകളിൽ ഒരു 30-32 വയസ്സൊന്നും എഴുതിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ ഈ വരുന്ന ആൾക്ക് ആർക്ക് വേണമെങ്കിലും ആ ടിക്കറ്റ് വാങ്ങിയിട്ട് 25 വയസ്സുകാരനും 40 വയസ്സുകാരനും ഒക്കെ പോകും. അപ്പോൾ ഇവർ നമ്മളോട് 2-3 ചോദ്യം ചോദിച്ചു കഴിയുമ്പോഴേക്കും അവർ സറണ്ടർ ആവും. എന്താണെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും പ്രശ്നമാവണ്ടെന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിന് പൈസ അടച്ചിട്ട് പോകും. അപ്പോൾ ആദ്യം കുറച്ച് കാലം ഇത് വലിയത്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേയും കൂടെ വലിയ സ്രാവുകൾ വരുമ്പോൾ അവരെ നമുക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് വേറെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഇത് വിടാനായിട്ട് എന്നുവെച്ചാൽ അവർ വേറെ തരത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ നമുക്ക് ഈ വളരെ സാധാരണക്കാരായിട്ടുള്ളവരെ നമ്മൾ പെട്ടെന്ന് കോർണർ ചെയ്ത് അന്ന് എത്രയോ 300 രൂപ 400 രൂപയൊക്കെ അവർ അടച്ചു പോകും. പക്ഷേ വലിയ 10,000-10,000 ഒക്കെ അടയ്ക്കേണ്ടവൻ രക്ഷപ്പെട്ടു പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വലിയൊരു കുറ്റബോധം, ഇത് എന്ത് കഷ്ടമാണ്, നമ്മൾ ഈ പാവങ്ങളെ ചാർജ് ചെയ്യുന്നു, ബാക്കിയുള്ളവരെ വെറുതെ വിടുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ടിക്കറ്റ് ഇൻസ്പെക്ടർ പ്രൊമോഷനും വന്നു. ടിക്കറ്റ് ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ വന്നു. അതേപോലെ ഗാർഡിലേക്കുള്ള ഓപ്ഷൻ ചോദിച്ചപ്പോൾ അത് എഴുതി കൊടുത്തപ്പോൾ അതിലും സെലക്ഷൻ വന്നു. ശരി, ഇത് മതി, നമുക്ക് എത്രയോ 5-8 വർഷമായല്ലോ നമ്മൾ ഇങ്ങനെ ആളുകളെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ മാസവും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ്, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അത്രയും ആളുകൾ ടിക്കറ്റില്ല പോകുന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് ഞാൻ ഈ ഗാർഡിലേക്ക് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഗാർഡിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു 10-15 വർഷത്തോളം അല്ലെങ്കിൽ 10-12 വർഷമെങ്കിലും ഗുഡ്സ് ട്രെയിനുകളിൽ ജോലി ചെയ്താൽ മാത്രമേ
പാസഞ്ചർ ട്രെയിനിലേക്ക് പ്രൊമോഷൻ കിട്ടും. അപ്പം ആദ്യ കാലം വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരിക്കും. ഗുഡ്സ് വണ്ടികളിലാണ്. ഗുഡ്സ് വണ്ടിയിൽ ഏറ്റവും പുറകിൽ ഗാർഡ് വാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഒരു പെട്ടി ഉണ്ടാവും. അപ്പം അതിൽ ഇലക്ട്രിസിറ്റി ഇല്ല, വെളിച്ചമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, യാതൊരുവിധ സൗകര്യവും അതിനകത്ത് ഇല്ലാത്തത്. ഒരു 775 മീറ്ററാണ് ഒരു ഗുഡ്സ് ട്രെയിനിൻ്റെ നീളം. അപ്പം 3/4 കിലോമീറ്ററോളം അതിൽ കൂടുതൽ നീളത്തിൽ മുമ്പിലാണ് എൻജിനുള്ളത്. ഈ എൻജിനിലാണ് ലോക്കോ പൈലറ്റും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റും. ഷെനി മുമ്പിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഈ ടിക്കറ്റ് ചെക്കിങ്ങിലേക്ക് വരുന്നതിന് മുമ്പേ ഷെനിലാൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ടാണ് ചേർന്നിരുന്നത് കുറച്ചു കാലം എൻജിനിൽ. ഈ എൻജിനിലുള്ളവർക്കൊരു സമാധാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ വെളിച്ചമുണ്ട്, കൂടെ ഒരാളും കൂടെ ഉണ്ട്. പിന്നെ അവർ വണ്ടി നിർത്തി വണ്ടി പിടിയൊക്കെ ചെയ്യുന്ന അവരുടെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ നിയന്ത്രണമുള്ളത്. ഈ പുറകിലുള്ള ആളുടെ കയ്യിലൊന്നുമില്ല. കയ്യിൽ പകൽ 2 കൊടിയും രാത്രി ഒരു ലൈറ്റും മാത്രമേ ഉള്ളൂ. ഇത് ഗാർഡാണ് ഇതിൻ്റെ ഗാർഡിയൻ എന്നൊക്കെ അവിടെ ചെന്ന് പഠിപ്പിക്കുക. നമ്മളെ ട്രെയിനിങ് സ്കൂളിൽ വലിയ ക്ലാസ്സാണ്. നിങ്ങളാണ് ഇതിൻ്റെ മൊത്തം ഇൻചാർജ്, നിങ്ങൾ പറയാതെ വണ്ടി അനങ്ങില്ല എന്നൊക്കെ പറയും. പക്ഷേ വണ്ടി എൻ്റെ വഴിക്ക് പോവും. ഓടി കയറിയാൽ മാത്രമേ കയറാൻ പറ്റും. അപ്പോൾ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല അന്ന്. മൊബൈൽ ഫോണോ യാതൊരു സൗകര്യം. നമുക്ക് 10-12 മണിക്കൂർ ജോലി വരും. ഭ്രാന്ത് പിടിക്കും സത്യത്തിൽ. ഒരക്ഷരം മിണ്ടാതെ 12 മണിക്കൂറൊക്കെ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇത് പക്ഷേ ഞാനൊരു 3 വർഷം ഈ ജോലി ചെയ്തിട്ടുള്ളൂ. 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഈ കൺട്രോളർ എന്ന് പറഞ്ഞ സെലക്ഷൻ കിട്ടി. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഈ 3 കൊല്ലം എൻ്റെ ജീവിതത്തെ ആകെ ഉലച്ചു കളഞ്ഞൊരു കാലമായിരുന്നു. ഞാൻ ഭ്രാന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരുന്ന ഒരു കാലവും അതിന് ശേഷമാണ് ഞാൻ എഴുത്തിലേക്കൊക്കെ വരുന്നത്. ചിലപ്പോൾ ഈ ഗാർഡ് കാലം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എഴുത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ല. വേറെ ഒന്നുമില്ല, പുസ്തകമൊന്നും വായിക്കാൻ പറ്റില്ല, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. രാത്രിയൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുട്ടത്ത് നമ്മൾ ഇരിക്കേണ്ടി വരും. പിന്നെ പലപ്പോഴും ഇത് ഈ റോഡിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അധികം സ്ഥലം കൊച്ചു ചെറിയ സ്റ്റേഷനുകളിലാണ് ഈ ഗുഡ്സ് ട്രെയിനൊക്കെ ഒതുക്കി നിർത്തുക. അപ്പോൾ അവിടുത്തെ സ്റ്റേഷൻ്റെ പേരൊക്കെ പറഞ്ഞാൽ വളരെ വിചിത്രമായിട്ട് തോന്നും. ദൊഡ്ഡംപട്ടി, ദാസംപട്ടി, സാമൽപ്പട്ടി, ബുഡ്ഡിറെഡ്ഡിപ്പട്ടി ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കൊച്ചു സ്റ്റേഷനുണ്ട് സേലത്തിന് ജുലാർപട്ടിന്. അപ്പോൾ ഇവിടെയൊക്കെ നിർത്തി വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളുമാണ്. കുറേ പരുത്തിത്തോട്ടങ്ങളും ആവണക്കും തോട്ടങ്ങളും ഇതൊക്കെയാണ് കാണുള്ളൂ. മനുഷ്യന്മാരും തീരെ കുറവുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് ഉള്ള വളരെ ഏകാന്തം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് അങ്ങനത്തെ ഒരു കംഫർട്ടബിളായിട്ടുള്ള ഏകാന്തതയൊന്നുമില്ല. ഒരു ഭീകരമായിട്ടുള്ള ഒരു ഏകാന്തതയിലുള്ള ഒരു ജോലിയാണ്. അപ്പം അതും പക്ഷേ അതിലുള്ള അനുഭവങ്ങൾ നമുക്ക് അപകടങ്ങൾ വരുമ്പോൾ, ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടിയുടെ പകുതി വിഭാഗം കൊണ്ട് പൊട്ടിപ്പോയിട്ട് ഡ്രൈവറും അസിസ്റ്റൻറ്റ് ഡ്രൈവറും ഒരു 10-20 കമ്പാർട്ട്മെൻറ്റും കൂടെ പോകും. നമ്മൾ ഒരു ബാക്കിയുള്ളതിൻ്റെ കാവലായിട്ടിരിക്കേണ്ടി വരും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഗാർഡിൻ്റെ. അതും നമ്മുടെ പയനങ്ങളുടെ ഒരു ഭാഗമായിട്ട് കുറേ കാലം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും സാറി പറഞ്ഞ ദൊഡ്ഡംപട്ടി, ദാസംപട്ടി, സാമൽപ്പട്ടി, മുളകാരപ്പട്ടി, ബുദ്ധിരട്ടിപ്പട്ടി, അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോഴേ പട്ടി തമിഴിൽ ചോദിക്കുമ്പോഴേ ഇത് ഗ്രാമമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തലയ്ക്കൊരു വെളിവ് വരുന്നു, പട്ടി എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണെന്ന്, പട്ടി ഒറ്റയ്ക്കൊരു ഗ്രാമമാണെന്ന്. അപ്പം ഞാൻ ഈ സെഷനിൽ സാറെ സൂചിപ്പിച്ചുകൊണ്ട് പറയാം, ഞാൻ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് ആദ്യം 2001-2002 അവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിഷു ദിവസം രാവിലെ, വിഷു നമ്മൾ നല്ല കണി കാണുന്ന ദിവസമാണല്ലോ, നല്ല കണിയൊക്കെ വെച്ച് ഉണർന്ന്, പക്ഷേ നല്ലൊരു കണി കിട്ടിയൊരു ദിവസമാണ്. അതോടെയാണ് ഞാൻ പരിപാടി മതിയാക്കണമെന്ന് വിചാരിച്ചത്. കാരണം രാവിലെ ഈ മേട്ടൂർ ഡാം നിങ്ങൾക്ക് അറിയാമായിരിക്കും, സേലത്തുനിന്ന് നമ്മളെ ഈ കാവേരി നദിയല്ലേ സാറേ, അതിലുള്ള ഡാമാണ്. അവിടെ നിന്ന് കൽക്കരിയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ട്രെയിനിൽ, അത് നല്ല സ്പീഡിന് പോകും, MT ട്രെയിനാണ്. അങ്ങനെ പാഞ്ഞ് പോകുമ്പോൾ വിഷു ദിവസമാണ്. ഓപ്പോസിറ്റ് ട്രാക്കിൽ ഒരു തടിയുള്ളൊരു മനുഷ്യൻ, ഇപ്പോഴും അയാളുടെ ശരീരം എനിക്ക് ഓർമ്മയുണ്ട്. അയാളിങ്ങനെ നടന്നു പോകുന്നു. ഈ ട്രെയിൻ ഏകദേശം അടുത്തെത്താറായപ്പോൾ വന്ന് ഇങ്ങനെ തല കുമ്പിട്ട് അയാളങ്ങിരുന്നു. അതാണ് ഒരു വിഷു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പേടിച്ചിങ്ങനെ വിറച്ചു പോകുന്ന ഒരു സീനാണ്. അപ്പം ഈ മെലോനി എന്ന് പറയുന്ന ഒരു ആംഗ്ലോ ഇന്ത്യനാണ് ഡ്രൈവർ, ഈ ലോക്കോ പൈലറ്റ്. പുള്ളി എന്നോട് പറഞ്ഞ, പുള്ളി ഏകദേശം അടുത്തെത്തിയപ്പോൾ എന്നോട് പറഞ്ഞ് കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ച്, പക്ഷേ എന്തോ എനിക്ക് കണ്ണ് തുറക്കാനും കൂടെ തോന്നി. കണ്ണ് തുറന്നതിനിടയ്ക്ക് ഇത് സംഭവിച്ചൊരു എന്തോ സൗണ്ട് കേട്ടയാൾ വലിയ തടിയുള്ള മനുഷ്യന്. അതുകൊണ്ട് ഒരു വിഷു കണി പോലെ, അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായൊരു ഓർമ്മയായിട്ട് ഇങ്ങനെ കിടപ്പും.
അപ്പോൾ നമ്മളൊരു ഈ ഒരു സെഷൻ അവസാനിച്ച് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ ചോദിക്കാനുണ്ടെങ്കിൽ അതിലോട്ട് കിടക്കാവുന്നതാണ്. എൻ്റെ പേര് ഹരികൃഷ്ണ വർമ്മ. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ശ്രീ ടി ഡി രാമകൃഷ്ണനോട് ചോദിക്കാനുള്ളൊരു ചോദ്യമല്ല, ശരിക്ക് ഞാനൊരു അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മൈക്ക് മേടിച്ചത്. ഞാൻ പ്രായം കുറച്ചായെങ്കിലും ആദ്യമായിട്ട് വായിച്ചത് മഞ്ഞ പച്ച ചുവപ്പ് എന്നുള്ള നോവലാണ്. അതെനിക്ക് വളരെ ഒരു പുതിയൊരു അന്തരീക്ഷം തന്നെ ഉണ്ടാക്കി തന്ന ഒരു നോവലായിരുന്നു അത്. കാര്യം ഇത്ര ഭയങ്കരമായിട്ട് റെയിൽവേ എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് ആ കഥ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്രയും ഡീപ്പായിട്ട് അതിനെ പഠിക്കുകയും അതിനെ വായനക്കാരിലേക്ക് എത്തിക്കാനും 100% വിജയിച്ചു എന്ന് ഞാൻ അന്ന് പറയുകയും, ഞാൻ റെയിൽവേയിൽ ജോലിയുള്ള പലരോടും ഈ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ ആ പുസ്തകം വായിക്കണം, അപ്പോഴേ യഥാർത്ഥ റെയിൽവേ ജീവനക്കാരനാകൂ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം വന്ന പല കഥകളും റെയിൽവേയായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇപ്പോഴത്തെ കോരാപ്പാപ്പൻ വന്നപ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ത്രില്ലിംഗ് ആണ് വായിച്ച്. ഞാൻ പലപ്പോഴും എനിക്ക് വളരെ ദുർഗ്രഹമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഒരു വലിയ വിശേഷം. ഇതെല്ലാം കഴിഞ്ഞ് ഈ അവസാനത്തിൽ കഥകളി പോലും അദ്ദേഹം കൈകാര്യം ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കരമായൊരു അപ്രിസിയേഷൻ ഉണ്ടായി. എന്നേക്കാൾ കൂടുതൽ വായിക്കുന്ന എൻ്റെ വൈഫാണ് മായാദേവി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും. നന്ദി, നമസ്കാരം. വളരെ നന്ദി, സന്തോഷം. എനിക്ക് ചോദിക്കാൻ റെയിൽവേയിലല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ അതറിയില്ല. സാറിൻ്റെ കോരപ്പാപ്പം വായിച്ചിട്ടില്ല, ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. പുതിയത് പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുഗന്ധി, അതുപോലെ തന്നെ സിനിമാലിൻ്റെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും പുതിയതല്ലാത്തതെല്ലാം വായിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ. ഇപ്പോൾ റെയിൽവേയിൽ തന്നെ ചോദിക്കുക, അതാണ് നല്ലത്. കാരണം നമ്മൾ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സാറടക്കം പലരും പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. നമ്മൾ റെയിൽവേ ലോക നിലവാരത്തിൽ വളരെ പുരോഗമനം വന്നിട്ടുണ്ട്. ഞാനൊക്കെ ഇന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ദൂരത്തുനിന്ന് വരുന്നത്. ട്രെയിനിൻ്റെ ഒരാഴ്ച മുമ്പ് ബുക്കിംഗ് ശ്രമിച്ചിട്ട് മര്യാദയ്ക്കൊരു സീറ്റ് നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ടൈമിലോ അല്ലെങ്കിൽ നമ്മളെ സമയത്തിനനുസരിച്ച് കിട്ടുന്നില്ല. പിന്നെ ഉള്ള സൗകര്യങ്ങൾ സാറിന് അറിയാവുന്നതാണ്. എന്നെക്കാട്ടിയും കൂടുതൽ റെയിൽവേയിൽ ജീവിച്ച ആളുകളാണ് താങ്കൾ രണ്ടുപേരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മാറ്റം വരാത്തത്? ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ട്രെയിനിൻ്റെ സമയം, അവൈലബിലിറ്റി, സൗകര്യങ്ങൾ എന്തുകൊണ്ടാണ് മാറാത്തത്? ഇപ്പോഴും ആ ഒരു ബ്യൂറോക്രസി തന്നെയാണോ അവിടെ നടക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ബ്യൂറോക്രസിയുടെ മാത്രം പ്രശ്നമല്ല, ബ്യൂറോക്രസിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാളുപരി അതിൻ്റെ ഒരു സർപ്ലസ് ഡിമാൻഡാണ്. ഇപ്പോൾ നമ്മളൊരു യൂറോപ്യൻ രാജ്യങ്ങളിലോ ബാക്കി എവിടെയെങ്കിലും പോകുമ്പോൾ ഉള്ള റെയിൽവേ പാസഞ്ചേഴ്സിൻ്റെ ഡിമാൻഡ് പോലെയല്ല ഇന്ത്യയെ പോലെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ, ടിക്കറ്റ് എടുക്കാതെയൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ. അപ്പോൾ ഇത് വേണ്ടത്ര, ഇത്രയും വലിയൊരു പോപ്പുലേഷന് വേണ്ടത്ര വണ്ടികളില്ല. അപ്പം ഡിമാൻഡും സപ്ലൈയും തമ്മിൽ അത്ര വലിയ അകലമുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും എത്തിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്, പലപ്പോഴും ഒരേ വണ്ടികൾക്ക് തന്നെ പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ടാവും. അതിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ആളുണ്ടാവും, അതേ വണ്ടി ഷോർട്ട് ഡിസ്റ്റൻസിൽ ഉപയോഗിക്കുന്നവർ. ഈ ലോങ് ഡിസ്റ്റൻസിൽ വരുന്ന ആൾക്ക് അത് വേഗം അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ മതിയെന്ന് തോന്നും. പക്ഷേ മറ്റവർക്ക് അങ്ങനെ ആയിരിക്കില്ല. അവർക്ക് അവരുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിങ്സ് ആയിരിക്കും. കേരളത്തിനെ സംബന്ധിച്ച് വേറെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കേരളം ഒരു ചിതറിക്കിടക്കുന്ന മെട്രോ സിറ്റിയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ട്രിവാൻഡ്രം ചെന്നൈ മെയിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടിയുടെ മിക്കവാറും ഒരു 80 to 90% ആളുകൾ ചെന്നൈയിലേക്ക് പോകുന്നവരുണ്ടാവും, റിസർവ് ചെയ്ത് പോകുന്നവർ. ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പല സ്ഥലങ്ങളിലേക്കായിരിക്കും അവർ. ഇപ്പോൾ കൊച്ചിയിലേക്ക് ഒരു 20%, കോട്ടയത്തേക്ക് 10%, തൃശ്ശൂരിലേക്ക് 10%, തിരുവനന്തപുരത്തേക്ക് വേണമെങ്കിൽ 10-15% ഉണ്ടാവും. ഇതിലെല്ലാവർക്കും ഒരുപോലെ സൗകര്യമുള്ള ഒരു സമയവും അത് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് മറ്റ് സ്ഥലങ്ങൾക്ക് അത്രയും ബാധകം. കേരളത്തിന് പ്രത്യേകമായിട്ട് വരുന്നൊരു കാര്യം. ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നതും ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ ഉപയോഗിക്കുന്നു, മറ്റേ ലോങ് ഡിസ്റ്റൻസുകാരും അത് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു കോംപ്ലക്സാണ് ഈ കാര്യം. അപ്പോൾ ഇതിലെല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത്, കേരളത്തിൽ ഒരുപാട് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. ആളുകൾ എല്ലാ സ്റ്റോപ്പിൽ നിന്ന് ആളൊക്കെ കയറാനുണ്ട്. എങ്കിലും ഈ റെയിൽവേ എന്നുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ
അഡ്വാൻറ്റേജ് കിട്ടത്തക്ക രീതിയിൽ അത് ഉപയോഗിക്കണമെങ്കിൽ മിനിമം ഒരു 50-60 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഒരു സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റോപ്സ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ താഴെയാണ്. 9.8 കേരളം. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ 56 സ്ഥലത്ത് നിൽക്കും. ഇപ്പോൾ അടുത്തിടയ്ക്ക് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നറിയില്ല. ഏറ്റവും അവസാനത്തെ ഞാൻ റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്ത് 10 വർഷമായി. ഒരു 5-6 വർഷം മുമ്പ് വരെയുള്ള ഒരു കണക്കനുസരിച്ച് അത്രയും സ്റ്റോപ്പുണ്ട് മലബാർ എക്സ്പ്രസ്സിന്. അപ്പോൾ ഇത്രയും സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്സിലറേഷൻ ഡീസിലറേഷൻ ടൈം എന്ന് പറയും. അപ്പം പലരും ചിന്തിക്കുന്നു ഇതിലേ പോകുന്ന വണ്ടി 1 മിനിറ്റ് ഇവിടെ നിർത്തിപ്പോയാൽ എന്താ നഷ്ടം, ഇവിടുന്ന് ആൾ കയറിക്കോട്ടെ. 1 മിനിറ്റ് നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് തിയററ്റിക്കലി 8 മിനിറ്റും പ്രാക്ടിക്കലി 10 മിനിറ്റും പോവും. 1 മിനിറ്റേ വണ്ടി നിൽക്കണ്ടാവും. 100 കിലോമീറ്ററിൽ നിന്ന് 0-ലേക്ക് വരികയും ആ 1 മിനിറ്റ് നിൽക്കുകയും വീണ്ടും 100 കിലോമീറ്ററിലേക്ക് എത്താനെടുക്കുന്ന മൊത്തം ടൈമിലോ ഒരു 10 സ്റ്റോപ്പ് കൊടുക്കുന്നതോടുകൂടി പുതിയ വണ്ടികളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം വളരെ കുറച്ച് സ്റ്റോപ്പ് ജസ്റ്റേ ഉണ്ടാവുള്ളൂ. പിന്നെ പൊളിറ്റിക്കൽ പ്രഷർ വരും, കൂടുതൽ സ്റ്റോപ്പുകൾ വരും, എഴഞ്ഞ് വണ്ടി പോവും. ഇങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങൾ ഇതിനുണ്ട്. അത്ര ഇതിന് ഈ ഷോർട്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള യാത്രക്കാർക്ക് കമ്മ്യൂട്ടേഴ്സിനൊക്കെ മറ്റൊരു സൗകര്യം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ ലാൻഡിൽ ഒരുപാട് പ്രഷറുണ്ട്, കോംപ്ലക്സ്. ബ്യൂറോക്രസിയുടെ മാത്രം പ്രശ്നമല്ല, ഇൻഹറൻ്റ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് അതിനകത്തുണ്ട്. സാറ് പറഞ്ഞ 2 തരം യാത്രക്കാർ, ഒന്ന് ലോങ് ഡിസ്റ്റൻസ് പോകുന്നവരും ഒന്ന് ഷോർട്ട് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്നത്. ഇതിന് അവർ വേറെ ഒരു 2 ടൈപ്പും കൂടെ ഉണ്ട്. ഒന്ന് സീറ്റ് കിട്ടിയവരും 2 സീറ്റ് കിട്ടാത്തവരും. ഇനി ഒരു 2 ടൈപ്പും കൂടെ ഉണ്ട്. ആൾറെഡി ട്രെയിനിൽ കയറിയവർ അവരാഗ്രഹിക്കും ഇത് ഒരിടത്ത് നിർത്തല്ലേ എന്ന്. അടുത്ത് ട്രെയിനിൽ കയറാനുള്ളവർ അവർ വിചാരിക്കും ദൈവമേ ഒന്ന് നിർത്തി കിട്ടിയാൽ മതി. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് യാത്ര. ഹലോ, താങ്കളുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ് ഈ മഞ്ഞ പച്ച ചുവപ്പ് എന്നുള്ളത്. അത് മറ്റുള്ള ബുക്കുകളൊക്കെ തന്നെ ഇങ്ങനെ 1, 2 സെക്കൻഡ് എഡിഷൻ, തേർഡ് എഡിഷൻ ആവുന്നത്. ഇത് 10ാമത്തെ എഡിഷൻ, 20ാമത്തെ എഡിഷൻ, 30ാമത്തെ എഡിഷനിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിറകിൽ ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു 2 കാര്യമുണ്ട്. ഒന്ന് ഹാർഡ് റിയാലിറ്റി, പിന്നെ അൺസ്പോക്കൺ എന്നുള്ളത്. ഇത് ഞാനിപ്പോൾ തരൂരിന് ഇവിടെ ഒരു ചേംബർ ഓഫ് കോമേഴ്സ് ഒരു ഇൻവൈറ്റഡ് ഓണർ ലെക്ചറിന് വിളിച്ചിരുന്നു. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പുള്ളി എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചൊരു പോയിൻ്റാണ്. ഇതേ പോയിൻ്റ് താങ്കൾ, ബിക്കോസ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് റെയിൽവേ ആയിട്ട് ബന്ധമുള്ളവരൊക്കെ തന്നെ ഇതിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ മറ്റു ഫീൽഡുകൾ, ഡിഫൻസ് അതേപോലെ ഫീൽഡുകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 20, 40, 60 എന്നുള്ള ഓരോ ജനറേഷനിൽ കുറച്ച് പ്രായമാകുമ്പോൾ അവർ പറയുന്നു നമ്മൾ പുറത്തൊക്കെ പറയപ്പെടുന്നത് ഇത് വലിയ നാഷണൽ ട്രഷേഴ്സാണ്, അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഭീകരമായ റിയാലിറ്റിയാണ്, റാക്കറ്റ്സാണ്, മാഫിയയാണ്. അപ്പോൾ അതിന് താങ്കളത് എക്സ്പോസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, പക്ഷേ അതിൻ്റെ ലാംഗ്വേജിലേക്ക്, ബിക്കോസ് ചിലതിപ്പോൾ IAS കാരൊക്കെ നമ്മുടെ പഴയ എഴുത്തുകാരൻ അദ്ദേഹം പറയുണ്ടായി, അദ്ദേഹം നിങ്ങൾ ഇതേപോലത്തെ കാര്യം പറയരുതെന്ന് എഴുതി വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ട ഒരു ലാംഗ്വേജും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് താങ്കൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഹാർഡ് റിയാലിറ്റിയും അൺസ്പോക്കൺ സാധനങ്ങൾ സ്പോക്കൺ ആക്കാൻ പറ്റിയെന്നുള്ളതുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം ഇതുള്ളത്. അതൊന്ന് ഒരു പോയിന്റ്. അപ്പോൾ ഇത് എനിക്ക് ഓർമ്മയുള്ള ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 80s MKK നായർ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എഴുതിയിരുന്നു, ഓട്ടോബയോഗ്രഫി, ആരോടും പരിഭവമില്ലാതെ. ഇപ്പോൾ അതേസമയം 20-30 കൊല്ലത്തിന് ശേഷം LK അഡ്വാനി ഇതേപോലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നെഹ്റുവും പട്ടേലും തമ്മിലൊരു ഡിഫറൻസ്. നമുക്ക് അവൈലബിൾ ആയിരുന്നു കേരളത്തിൽ, പക്ഷേ ഓൾ ഇന്ത്യ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇതേപോലത്തെ ഇൻഫർമേഷനാണ് താങ്കൾക്ക് ഉള്ളത്. ഇത് ജേർണലിസ്റ്റ് മറ്റുള്ളവരാണ് ഇത് പുറത്തു കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഇന്ന് നടന്നപ്പോൾ ബംഗ്ലാദേശിലുള്ള ആ 2 ഇതില്ലേ, മുജീബ് റഹ്മാൻ, ഈ MKK നായർ, ഇതാണ് പോയിന്റ്. അപ്പോൾ ഈ ഹാർഡ് റിയാലിറ്റി താങ്കൾ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ യുണീക്കാണ്. അതുകൊണ്ടാണ് ഇത് 20-30 ഇങ്ങനെ ഇത്രയധികം ആൾക്കാർ സെല്ല് ചെയ്യണം, പക്ഷെ ആരും മിണ്ടുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അത്ര തീക്ഷ്ണമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു യുണീക്ക് പോയിന്റ് താങ്കളുടെ ഫസ്റ്റ് ബുക്കിലൊക്കെ വരുന്നത്, ഞാൻ അവിടെ ലൈബ്രറിയിൽ വെച്ചത് ചൂണ്ടിക്കാണിച്ചിരുന്നു. താങ്കൾ വിമൻ ഇഷ്യൂനെ കുറിച്ച് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടുള്ള ചില കാര്യങ്ങൾ, സ്ത്രീകളെപ്പോഴും അധികാരത്തോട് ചേർന്നാണ് നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഇതേപോലത്തെ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ താങ്കൾ അതിൽ പറയുന്നുണ്ട്. അത് പിന്നെയും തുടരണം, ആ അൺപൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇത് തുടരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതാണ് 2 പോയിന്റ്സ്, വലിയ സന്തോഷം. ഹാർഡ് റിയാലിറ്റി ആൻഡ് അൺസ്പോക്കൺ. താങ്ക് യു വെരി മച്ച്.